നമസ്കാരം. സീറോ കോസ്റ്റ് ലീഡ് ജനറേഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ലീഡ് മാഗ്നറ്റ്. എന്താണ് ഒരു ലീഡ് മാഗ്നറ്റ്? എങ്ങനെയാണ് നല്ലൊരു ലീഡ് മാഗ്നറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. വാച്ച് ദി ഫുൾ വീഡിയോ ടു ലേൺ മോർ അബൌട്ട് ലീഡ് മാഗ്നറ്റ്. ഈ ലീഡ് മാഗ്നറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഒരു ലീഡ് ജനറേഷൻ ക്യാമ്പയിൻസ് ചെയ്യുന്ന സമയത്ത്. സോ വാച്ച് ഓൺ. ലീഡ് മാഗ്നറ്റ്, ആ വാക്ക് പറയുന്നത് പോലെ തന്നെ ലീഡ്സിനെ കാന്തത്തെ പോലെ അട്രാക്ട് ചെയ്യുന്ന ഒരു വസ്തു, അതാണ് ലീഡ് മാഗ്നറ്റ്. എന്താണ് ലീഡ് മാഗ്നറ്റിന്റെ ഡെഫിനേഷൻ എന്ന് നോക്കാം. എ ലീഡ് മാഗ്നറ്റ് ഈസ് എ ഫ്രീ ഐറ്റം ഓർ സർവീസ് ദാറ്റ് ഈസ് ഗിവൺ അവേ ഫോർ ദി പർപ്പസ് ഓഫ് ഗ്യാതറിംഗ് കോൺടാക്ട് ഡീറ്റെയിൽസ്. നമുക്ക് വേണ്ടത് നമ്മളുടെ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആവശ്യമുള്ള, അതിനോട് താല്പര്യമുള്ള ഒരാളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. അത് കിട്ടാൻ വേണ്ടി അവർക്ക് തിരികെ നമ്മൾ കൊടുക്കുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള വസ്തു. അത് എന്തുമാകാം. ഒരു ഓഫർ ആകാം, ഒരു ഇ ബുക്ക് ആകാം, ഒരു വീഡിയോ ആകാം, അല്ലെങ്കിൽ എന്തും ആകാം. അവർക്ക് അതിനകത്ത് വാല്യൂ ഫീൽ ചെയ്യണം എന്ന് മാത്രം. അവർ കബളിക്കപ്പെട്ടു എന്ന് അവർക്ക് തോന്നരുത്. ആ വാല്യൂ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, അതിലൂടെ നിങ്ങൾക്ക് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എടുക്കാൻ സാധിച്ചാൽ, ആ വസ്തു, നിങ്ങൾ കൊടുക്കുന്ന ആ വസ്തുവിനെയാണ് ലീഡ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഒരു മാർക്കറ്റിംഗ് ഫണൽ ഉണ്ട്. എന്തുകൊണ്ടാണ് മാർക്കറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാർക്കറ്റിംഗ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒരുപാട് പേർ വരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, മുകളിൽ ഒരുപാട് തരത്തിൽ, ഒരുപാട് വഴികളിലൂടെ ഒരുപാട് പേര് വരുന്നു. അത് അവസാനം നമുക്ക് ബിസിനസ്സായി മാറി ചിലപ്പോൾ ക്ലോസ് ആകുന്നത് 2-3% കസ്റ്റമേഴ്സ് ആയിരിക്കാം. അതിലൂടെ നമ്മൾ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ മാർക്കറ്റിങ്ങിനെ എപ്പോഴും ഒരു മാർക്കറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത്. സോ ഈ മാർക്കറ്റിംഗ് ഫണലിൽ ഏറ്റവും ആദ്യത്തെ പ്രോസസ്സാണ് ഒരുപാട് ലീഡ്സ് വരിക എന്ന് പറയുന്നത്. ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ വെരി ഗുഡ് ലീഡ് മാഗ്നറ്റ്. നല്ലൊരു ലീഡ് മാഗ്നറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല ക്വാളിറ്റി ഉള്ള കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ പ്രോസ്പെക്ട് കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല ലീഡ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഫണലിലെ സ്റ്റേജസ് എന്തൊക്കെയാണ്? നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളുടെ സർവീസിനെ കുറിച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ ആ അവയർനെസ്സിൽ വരുന്ന ആൾക്കാരിൽ നിന്ന് ലീഡ് ക്യാപ്ചർ ചെയ്യുക. ആരായിരിക്കാം ഒരു പക്ഷെ നമ്മുടെ കസ്റ്റമർ ആകാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ലീഡ് ക്യാപ്ചർ ചെയ്യുക. അതിൽ നിന്ന് പ്രോസ്പെക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. പിന്നെ മാർക്കറ്റിംഗ് ക്വാളിഫൈഡ് ലീഡ്സിലേക്ക് പോകുന്നു. പൊതുവേ നമ്മൾ ഈ മാർക്കറ്റിംഗ് ടു സെയിൽസ് സ്റ്റെപ്പിനെ 2 ഘട്ടങ്ങളായിട്ടാണ് തിരിക്കുക. ഒന്ന് മാർക്കറ്റിംഗ് സ്റ്റേജ് ആൻഡ് ഒന്ന് സെയിൽസ് സ്റ്റേജ്. ഇതിനകത്ത് മാർക്കറ്റിംഗ് സ്റ്റേജിൽ വരുന്നതാണ് അവയർനെസ്, ലീഡ് ക്യാപ്ചർ, പ്രോസ്പെക്ട് ആൻഡ് മാർക്കറ്റിംഗ് ക്വാളിഫിക്കേഷൻ. മാർക്കറ്റിംഗ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന ലീഡ്സ് നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ള ഒരാളാണ് അല്ലെങ്കിൽ അതിന് എലിജിബിൾ ആയിട്ടുള്ള ഒരാളാണ് എന്ന് പ്രൂവ് ചെയ്യപ്പെടുമ്പോഴാണ് ആ ലീഡ് മാർക്കറ്റിംഗ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ലീഡായിട്ട് മാറുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിൽ സെയിൽസ് പ്രോസസ്സിലേക്ക് വരുമ്പോൾ സെയിൽസ് ക്വാളിഫൈഡ് ലീഡ്. എന്താണ് സെയിൽസ് ക്വാളിഫൈഡ് ലീഡ്? സെയിൽസ് ക്വാളിഫൈഡ് ലീഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മാർക്കറ്റിംഗ് ക്വാളിഫൈഡ്, അതായത് നമ്മളിപ്പോൾ വിൽക്കുന്നത് ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രൊഡക്റ്റ് വാങ്ങുന്നത് കുട്ടികളുള്ള പേരൻസ് ആയിരിക്കും പൊതുവെ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ലീഡ്സിൽ അവർക്ക് കുട്ടികളുണ്ട് എന്ന് കൺഫേം ചെയ്ത് കഴിയുമ്പോൾ അത് മാർക്കറ്റിംഗ് ക്വാളിഫൈഡ് ലീഡായി. ഇനി സെയിൽസ് ക്വാളിഫൈഡ് ലീഡ്, നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയി അവർക്ക് നമ്മളുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ഫിനാൻഷ്യലി അത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നും അവരത് വാങ്ങാൻ തയ്യാറാണ് എന്ന് മനസ്സിലാകുമ്പോൾ അത് സെയിൽസ് ക്വാളിഫൈഡ് ലീഡായിട്ട് മാറി. അവിടെ നിന്ന് നമ്മൾ ഓപ്പർച്യൂണിറ്റി ആകുന്നു, നമ്മൾ പ്രൊപ്പോസൽസ് അയക്കുന്നു, അത് കഴിഞ്ഞ് അവർ കസ്റ്റമറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് പൊതുവേ ഒരു ഫണലിന്റെ സ്റ്റേജസ് വരുന്നത്. സോ എങ്ങനെയായിരിക്കണം ഒരു ലീഡ് മാഗ്നറ്റ് ഉണ്ടായിരിക്കേണ്ടത്? ഹൗ ഷുഡ് ബി എ ലീഡ് മാഗ്നറ്റ്? നമ്പർ 1, ഹൈ വാല്യൂ. നിങ്ങളുടെ ലീഡ് മാഗ്നറ്റ് എടുക്കുന്ന ഒരാൾക്ക് നല്ല വാല്യൂ അതിനകത്ത് ഫീൽ ചെയ്യണം. അത് പറ്റിക്കപ്പെട്ടു എന്ന് തോന്നരുത്. കൂടാതെ അതിനകത്ത് ടൈം വേസ്റ്റ് ആയി പോകരുത്. ഓക്കെ, നല്ല വാല്യൂ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് വായിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടി എന്നൊരു തോന്നൽ അവർക്ക് വരണം. അതൊരു ഇ ബുക്ക് ആണെങ്കിൽ, ഒരു വീഡിയോ ആണെങ്കിൽ അതിനകത്ത് നല്ല ഇൻഫർമേഷൻ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. റൈറ്റ്, ഈസി ടു കൺസ്യൂം. ഒരുപാട് വലിയ അതായത് 1 മണിക്കൂറുള്ള വീഡിയോ അല്ലെങ്കിൽ ഒരു 50 പേജുള്ള ഇ ബുക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നൽകാതിരിക്കുക. കാരണം അവർക്കത് കൺസ്യൂം ചെയ്യാൻ പറ്റാതെ പോകും. കൺസ്യൂം ചെയ്യാൻ പറ്റാതെ പോകുമ്പോൾ ആ ഫ്ലോ ബ്രേക്ക് ആയി പോകും. നമ്മളുടെ ആവശ്യം, നമ്മളുടെ ആ പുസ്തകം വായിക്കുന്ന ആൾ
അതിനെക്കുറിച്ച് കൂടുതൽ അത് മുഴുവൻ വായിക്കുകയും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അയാൾ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. സോ അത് നടക്കുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. ഓക്കെ, സോ ഇറ്റ് മസ്റ്റ് ബി ഈസി ടു കൺസ്യൂം. ഒരുപാട് വലുതാക്കി എന്താ പറയുന്നത് ബുദ്ധിമുട്ടിക്കാതിരിക്കുക, പകരം ആവശ്യമുള്ള കണ്ടന്റ് വളരെ ക്രിസ്പായി, കൺസൈൻസ് ആയി, സ്പെസിഫിക് ആയിട്ട് അവർക്ക് കൊടുക്കുക. റൈറ്റ്, ദെൻ ഓൾവേസ് കീപ് എ CTA. CTA എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ത്രൂ ആക്ഷൻ. ഈ ഇ ബുക്ക് വായിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം അവർ എന്ത് സ്റ്റെപ്പ് എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിലൂടെയാണ് നമ്മൾ ആ കസ്റ്റമറെ തിരിച്ച് നമ്മൾ ആ സെയിൽസ് പ്രോസസ്സിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു CTA എപ്പോഴും അതിനകത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയാണ് നല്ലൊരു ലീഡ് മാഗ്നറ്റ് ഉണ്ടാക്കുന്നത്. ഇനി ഒരു നല്ല ലീഡ് മാഗ്നറ്റ് ഉണ്ടാകുന്നതിന്റെ ഗുണങ്ങൾ എന്തെല്ലാം? വളരെയധികം നല്ല രീതിയിൽ ഒരുപാട് ക്വാളിറ്റി ഉള്ള ലീഡ്സ് എടുക്കാനായിട്ട് സാധിക്കുന്നു. ഈ ലീഡ്സ് വരുമ്പോൾ അവരെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള അവസരം കൂടെ നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നു. നമ്മൾ കൊടുക്കുന്ന ആ ലീഡ് മാഗ്നറ്റിലൂടെ അവർക്ക് നമ്മൾ പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് പൊതുവെ നമ്മൾ പറയുന്ന ഒരു മാർക്കറ്റിംഗ് പ്രോസസ്സിൽ പറയുന്നതാണ്, അവരെ കസ്റ്റമേഴ്സിനെ എപ്പോഴും എഡ്യൂക്കേറ്റ് ചെയ്യണം എന്ന് പറയും. അവരുടെ പ്രശ്നങ്ങൾ ഉള്ളതാണ്, ശരിയാണ്, ഒരുപാട് പേർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല ഇതിന് സൊല്യൂഷനും ഉണ്ട്. ഈ സൊല്യൂഷനിൽ ഒന്ന് ഞങ്ങൾ നൽകുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എപ്പോഴും കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്തെടുക്കാനായിട്ട്. സോ അതിൻ്റെ സാധ്യതകൾ നമുക്ക് ഈ ലീഡ് മാഗ്നറ്റിലൂടെ തുറന്നു കിട്ടുന്നു. പിച്ച് യുവർ പ്രൊഡക്റ്റ്. നിങ്ങളുടെ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ ആ ഒരു സർവീസിനെ കുറിച്ചോ നിങ്ങൾ ആ എഴുതിയിരിക്കുന്ന കണ്ടന്റിലൂടെ അല്ലെങ്കിൽ ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എഡിഫൈ ചെയ്യാൻ പറ്റുന്നു, പിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എസ്റ്റാബ്ലിഷ് ബ്രാൻഡ് അതോറിറ്റി. ആ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അറിവുള്ളവരാണ്, നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അതോറിറ്റി ഉള്ളവരാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ ഒരു ബ്രാൻഡ് അതോറിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നാളെ അവർക്ക് ഏതെങ്കിലും രീതിയിൽ ആ ഒരു സർവീസ് റിക്വയർമെന്റ് വരുമ്പോൾ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മളൊരു ബ്രാൻഡായി മാറുന്നതായിരിക്കും. കണക്ട് ഇൻ എ പൈപ്പ് ലൈൻ. കണക്ട് ഇൻ എ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പൈപ്പ് ലൈൻ ആണ്, ഒരു പ്രോസസ്സാണ്. ലീഡ് എടുക്കുന്നു, നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യുന്നു, പ്രൊപ്പോസൽസ് അയക്കുന്നു, പ്രസന്റേഷൻ കൊടുക്കുന്നു, പ്രൊപ്പോസൽ അയക്കുന്നു, അതിനുശേഷം ക്ലോസ് ചെയ്യുന്നു. അതൊരു പ്രോസസ്സാണ്, ഒരു പൈപ്പ് ലൈൻ ആണ്. ആ പൈപ്പ് ലൈനിന്റെ ഒരു സ്റ്റേജിലേക്ക് നമ്മളെ അവരെ ആഡ് ചെയ്തിട്ട് അവിടെ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് കണക്ട് ചെയ്യണം. എന്തെല്ലാം കണ്ടന്റ് ആണ് ഒരു ലീഡ് മാഗ്നറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഒന്ന്, വെരി പ്രോമിസിങ് ആയിട്ടുള്ള ഹെഡിങ് ആയിരിക്കണം. ആ ഹെഡിങ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ അവർക്ക് തോന്നണം അവർക്ക് എന്തോ നല്ലൊരു വാല്യൂ അഡീഷൻ ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നു എന്ന് അവർക്ക് മനസ്സിലാവണം. വെരി അട്രാക്റ്റീവ് കവർ പേജ്. ആ ഒരു എപ്പോഴും പറയുമ്പോൾ ഫസ്റ്റ് ലുക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ആ കവർ ഇമേജ്, ആ കവർ പേജിന്റെ ഡിസൈനും നമ്മളുടെ ആ ഒരു ഹെഡിങ്ങും ആയിരിക്കും. അത് വളരെ നല്ലതാക്കാൻ ശ്രമിക്കുക. ഇൻഡെക്സിങ് കൊടുക്കുക. ആ പുസ്തകത്തിൽ അല്ലെങ്കിൽ ആ വീഡിയോയിൽ എന്തൊക്കെയാണ് നിങ്ങൾ കവർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ പുസ്തകത്തിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത് എന്ന് ഇൻഡെക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അവിടെ നിങ്ങളുടെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ സാധ്യത നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നുണ്ട്, അത് ഉപയോഗിക്കുക. ഈസി ടു കൺസ്യൂം ആൻഡ് വാല്യൂബിൾ കണ്ടന്റ്. നല്ല കണ്ടന്റ് ആയിരിക്കണം, ഈസി ടു കൺസ്യൂം ആയിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CTA അടുത്ത സ്റ്റെപ്പിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കണ്ടന്റ് ആണ് നിങ്ങൾ ഒരു ലീഡ് മാഗ്നറ്റിൽ കൊണ്ടുവരേണ്ടത്. ഒരുപാട് അനാവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ അല്ല കൊണ്ടുവരേണ്ടത്. ഈ ഒരു ഫോർമാറ്റിൽ വേണം നിങ്ങൾ ലീഡ് മാഗ്നറ്റ് ഡിസൈൻ ചെയ്യാനായിട്ട്. ഇനി ഒരു ലീഡ് മാഗ്നറ്റ് നിർമ്മിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യേണ്ട ഹോംവർക്ക് എന്താണ്? നമ്പർ 1, കസ്റ്റമർ പെർസോണ. നിങ്ങളിത് ആരെ മനസ്സിൽ കണ്ടിട്ടാണ് എഴുതുന്നത്? അവരുടെ എന്ത് പ്രശ്നത്തെ കണ്ടിട്ടാണ് എഴുതുന്നത്? ഈ പുസ്തകത്തിലൂടെ, ഈ ബുക്കിലൂടെ നിങ്ങൾ എന്ത് പ്രശ്നമാണ് അവരോട് സോൾവ് ചെയ്യാൻ പോകുന്നത്? അവർ എന്തിന് ഇത് ഡൗൺലോഡ് ചെയ്യണം? ഇങ്ങനെയെല്ലാം എക്സ്പ്ലെയിൻ ആയിട്ട് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമർ പെർസോണ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ടോപ്പിക് ആൻഡ് കണ്ടന്റ്. എന്ത് ടോപ്പിക്കാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു വയർ ഫ്രെയിം നിങ്ങളുടെ മനസ്സിൽ വേണം. ഞാൻ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് എഴുതാൻ പോകുന്നത്, അതിൽ ഇന്ന കാര്യങ്ങൾ വരുന്നു, ഇതെല്ലാം ആദ്യമേ തന്നെ നിങ്ങൾക്ക് ധാരണ ഉണ്ടായിരിക്കണം. യുണീക്ക് CTA. ഏത് ആക്ഷനിലേക്കാണ് നിങ്ങൾ ഈ കസ്റ്റമേഴ്സിന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്ന് വ്യക്തമായ ധാരണ മുന്നേ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഒരു ലീഡ് മാഗ്നറ്റ് നിർമ്മിക്കാനായിട്ട് ഇരിക്കേണ്ടത്. നമുക്ക് ഒരു ലീഡ് മാഗ്നറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്
കാണാം. ഒരു ലീഡ് മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് ചിലപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ടൈം എടുക്കും. നമുക്കിവിടെ ഞങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഒരു ലീഡ് മാഗ്നറ്റിൻ്റെ സാമ്പിൾ ഞാനിവിടെ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ ക്യാൻവ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലീഡ് മാഗ്നറ്റിൻ്റെ ഫയൽ പേജസ് ആണ് കാണുന്നത്. ഓൾമോസ്റ്റ് 14 പേജുകളുണ്ട്. ഇത് ക്യാൻവ ഞങ്ങൾ വളരെയധികം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടൂളാണ്. കാരണം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും, ഒരുപാട് ഫോർമാറ്റ്സിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ നല്ലൊരു ടൂളാണ് ക്യാൻവ. ക്യാൻവ ഉപയോഗിച്ച് നിങ്ങൾക്ക് അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ധാരാളം മതിയാകും ഒരു നല്ലൊരു ലീഡ് മാഗ്നറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. സോ നമ്മളുടെ ലീഡ് മാഗ്നറ്റിൻ്റെ പേര് വരുന്നത് ലീഡ് കൺവേർഷൻ ബ്ലൂ പ്രിന്റ് ഫോർ പെർഫെക്റ്റ് സെയിൽസ് ക്ലോസിങ്സ്. ഇതാണ് നമ്മൾ പേര് വെച്ചിരിക്കുന്നത്. അതായത് ഒരു ലീഡ് എടുക്കുന്നവരോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ലീഡ് കൺവേർഷൻ വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ്, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ലീഡ് കൺവേർട്ട് ചെയ്യാനുള്ള പ്രോസസ്സാണ് നമ്മൾ ഈ ഒരു ലീഡ് മാഗ്നറ്റിൽ പറയുന്നത്. സോ ലീഡ് കൺവേർഷൻ ബ്ലൂ പ്രിന്റ്. അപ്പോൾ ലീഡ് കൺവേർട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്, റൈറ്റ്? സോ ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ നമ്മൾ ലീഡ് മാഗ്നറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, if you close one lead a day and resells once every month, by the end of the year you will have 2350 plus sales. നമ്മൾ ഒരു ദിവസം ഒരു ലീഡ് വെച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആ കസ്റ്റമേഴ്സിനെയും നമ്മൾ എല്ലാ മാസവും റെക്കറിംഗ് ആയിട്ട് സെയിൽസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഒരു വർഷം ഓൾമോസ്റ്റ് 2350 സെയിൽസ് നിങ്ങൾ മിനിമം ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ലീഡ് കൺവേർഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മളിവിടെ ഇതിനകത്ത് പറയുന്നത്, പ്ലസ് റീറ്റൻഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ കണ്ടന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒരു CTA കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് പേജിൽ. നമ്മളുടെ ഒരു ലേണിംഗ് ക്ലബ് ഉണ്ട് ഫേസ്ബുക്കിൽ, ഡെയിലി സ്കിൽസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു CTA കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകം ഡൗൺലോഡ് ചെയ്ത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിക്കബിൾ ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഫേസ്ബുക്കിൻ്റെ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ട്രാഫിക് വരും, റൈറ്റ്? ഇനി ഇവിടെ നമ്മൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് ലീഡ്, ഒരു ലീഡ് എന്താണ്. അപ്പോൾ ഈ പേജിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന CTA എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതുപോലെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരുപാട് CTA കൊടുക്കണം എന്ന് നിർബന്ധമില്ല, എല്ലാ പേജിലും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഞങ്ങളൊരു മാർക്കറ്റിങ്ങിൻ്റെ പ്രോസസ്സായിട്ട് കൊടുത്തു എന്ന് മാത്രം. സോ നമ്മളിവിടെ ഈ പേജിനകത്ത് വാട്ട് ഈസ് എ ലീഡ്, എന്താണ് ലീഡ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ ലീഡ് കൺവേർഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന വർക്ക്ഷോപ്പിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ലിങ്കാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ പിന്നെ എന്താണ് ലീഡ് ജനറേഷൻ എന്ന് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. അതിനുശേഷം ലീഡ് ജനറേഷൻ മെത്തേഡ്സ്, പൊതുവെ ലീഡ്സ് എടുക്കാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ലീഡ്സ് എടുക്കുമ്പോൾ പൊതുവെ കണ്ടുവരുന്ന മിസ്റ്റേക്സ് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. എങ്ങനെ നമ്മൾ ലീഡ് കൺവേർട്ട് ചെയ്യണം എന്നിവിടെ പറയുന്നുണ്ട്. അതുപോലെ ഒരു ഡെമോ പ്ലാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ലീഡ്സ് എങ്ങനെ എടുക്കണം, എങ്ങോട്ട് കൊണ്ടുവരണം, അവരെ എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം, എങ്ങനെ സെയിൽസിലേക്ക് കൊണ്ടുപോകണം, വളരെ ജനറിക് ആയിട്ടുള്ള ഒരു ലീഡ് പ്രോസസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ലൈവ് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ബട്ടണിൽ ഇവർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ കാണിച്ചിട്ടുള്ള ഈ പ്ലാൻ ഇവർക്ക് ലൈവായിട്ട് മറ്റേ ബ്രൗസറിൽ കാണാൻ പറ്റും. അവർക്ക് അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് എന്താ പറയുന്നത് ഒരു ഗ്രാഫ് ഓപ്പൺ ആയിട്ട് അതിനകത്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇവർക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്രോഷറാണ്. സോ വളരെ നല്ല ഒരു ബ്രോഷറാണ്. അത് നമുക്ക് അത് മൊബൈലിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും നല്ല രീതിയിൽ. ഓക്കെ, ഇനി കൂടുതൽ ലീഡ് കൺവേർഷനെ കുറിച്ച് പഠിക്കണോ എന്നാണ് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നത്. അതിനുശേഷം നമ്മളുടെ ലീഡ് കൺവേർഷൻ വർക്ക്ഷോപ്പിനെ കുറിച്ച് ഇവിടെ പറയുന്നു. ആർക്കെല്ലാം അറ്റൻഡ് ചെയ്യാമെന്ന് പറയുന്നു. എന്തെല്ലാം നിങ്ങൾ ആ വർക്ക്ഷോപ്പിൽ പഠിക്കുമെന്ന് പറയുന്നു. ആ വർക്ക്ഷോപ്പിന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അഡീഷണൽ ബോണസുകൾ എന്ത് ലഭിക്കുന്നു എന്നിവിടെ പറയുന്നു. അതിനുശേഷം ഈ വർക്ക്ഷോപ്പിന് മുന്നേ അറ്റൻഡ് ചെയ്ത ആൾക്കാരുടെ ടെസ്റ്റിമോണിയൽസ് നമ്മളിവിടെ പറയുന്നു. അതിൽ തന്നെ വാച്ച് ലൈവ്, അതായത് ഒരു വീഡിയോ ടെസ്റ്റിമോണിയൽ നമ്മുടെ ലൈവ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സീറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ബേസിക്കലി ഒരു ലീഡ് കൺവേർഷൻ ആവശ്യമുള്ള ആളാണെങ്കിൽ അവർ മാത്രമാണ് ഈ ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അവർക്ക് നമ്മൾ ഈ പ്രോസസ്സ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇൻട്രാക്റ്റീവ് കണ്ടന്റ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഇൻട്രാക്റ്റീവ് കണ്ടന്റ് വേണം നിർബന്ധമൊന്നുമില്ല. ഇത് ഞങ്ങൾ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്നുള്ളൂ. അപ്പോൾ വളരെ രസകരമായിട്ട് ഇത് ചെയ്ത് അവസാനം അവർക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ഉള്ള ടെസ്റ്റിമോണിയൽസ് അടക്കം വെച്ചിട്ട് നമ്മൾ അവരെ വർക്ക്ഷോപ്പിലേക്ക് ഡ്രൈവ് ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് ഒരു ലീഡ് മാഗ്നറ്റ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അതുപോലെ അത് അയച്ചു കൊടുക്കേണ്ടത് അഗൈൻ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഒരു PDF ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാണ്. നമുക്ക് നോക്കാം, അത് ക്ലിക്ക് ചെയ്ത് നോക്കാം എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളത്, റൈറ്റ്?
സോ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ലീഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ലീഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോംസ്. ഇതിപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലീഡ് മാഗ്നറ്റ് ഡൗൺലോഡ് ചെയ്തപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഓരോ പേജസും കാണാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ ഓരോ ക്ലിക്കബിൾ ആണ്, ഓരോ ലിങ്കും ക്ലിക്കബിൾ ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ലൈവ് ഡെമോ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഡെമോ പ്ലാൻ ലൈവ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നമ്മളുടെ വെബ്സൈറ്റിൽ പോയിട്ട്, നമ്മളുടെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ആ ഡെമോ പ്ലാൻ നമുക്ക് കാണിച്ചു തരും. ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു ലീഡ് മാഗ്നറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യവും എങ്ങനെ ചെയ്യണമെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ ഇന്ന് തന്നെ നല്ലൊരു ലീഡ് മാഗ്നറ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെ ലീഡ് കളക്ട് ചെയ്യാം, അതിനുശേഷം എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാം. സോ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല എഡ്യൂക്കേഷണൽ കണ്ടന്റ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ താങ്ക് യു. ദിസ് ഈസ് സുബിലാൽ സൈനിങ് ഓഫ്. ബൈ ബൈ.